ഏകദേശം ഒരു അന്നേ ദിവസം രാവിലെ ഒരു 3 മണിയോട് അടുപ്പിച്ച് ഏകദേശം ടൈമാണ്, കൃത്യമായ ടൈമല്ല, 3 മണിയോട് അടുപ്പിച്ച് നമ്മൾ അന്തേവാസി സെല്ലിൽ നിന്ന് വെളിയിലിറക്കി പ്രധാന കൃത്യങ്ങളെല്ലാം ചെയ്യാനുള്ള സമയം കൊടുത്ത്, ആഹാരം കഴിക്കാനുള്ള സമയമെല്ലാം കൊടുത്ത്, കുളിക്കാനുള്ള സമയം കുളിക്കാനുള്ള സമയം കൊടുത്തതിന് ശേഷം നമ്മൾ ജഡ്ജ്മെന്റ് വായിച്ചു കഴിക്കും. ആരുടെ സാന്നിധ്യത്തിലായിരിക്കും? ദേവ സൂപ്രണ്ട് സാന്നിധ്യം ഉണ്ടാവും, മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാവും, മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം ഉണ്ടാവും, മറ്റു ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ അതിനുശേഷം നമ്മളെ അന്തേവാസി എന്ത് ചെയ്യും? ജയിലിന്റെ ഗ്യാലോസിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഗ്യാലോസിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ഒരു ഡയസിലായിരിക്കും കൊണ്ടുവരുന്നത്. നമ്മൾ കാലുകൾ ബന്ധിപ്പിക്കും, കൈകൾ ബന്ധിപ്പിക്കും, നമ്മുടെ തല ഇതുപോലെ കറുത്ത തുണി കൊണ്ട് ആവരണം ചെയ്തിരിക്കും. നമ്മൾ ഇപ്പൊ നിങ്ങൾ കണ്ടു, കഴുത്തിന്റെ ഇടത് ഭാഗത്താണ് കുരുക്ക് മുറുന്നത്. എന്ത് കയറ് കൊണ്ടാണ് കഴുത്തിന്റെ ഇടത് ഭാഗത്ത് കുരുക്ക് മുറുന്നത്? കോട്ടൺ കൊണ്ടുള്ള കയറാണ്. എന്തിനാണ് കോട്ടൺ കൊണ്ടുള്ള കയർ ഉപയോഗിക്കുന്നത്? മറ്റു ഭാഗങ്ങളിലേക്ക് വരിഞ്ഞു മുറുകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടി നടക്കുന്ന സമയത്ത് മറ്റു ഭാഗങ്ങളിൽ വരിഞ്ഞു മുറുകിയുള്ള ഒരു മുറിവ് ഉണ്ടാകാൻ പാടില്ല. ഒരു മുറിവ് മാത്രം ഈ കഴുത്തിന്റെ കുരുക്ക് മുറുകുന്ന സ്ഥലത്ത് മാത്രമായിരിക്കും. അതായിരിക്കും മരണകരം. അവിടുത്തെ കഴുത്ത് കുരുക്ക് മുറുകി മരണം സംഭവിച്ചു. അതാണ് സംഭവം. അതിനാണ് പരുത്തി കയർ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കയർ പിടിച്ചു നോക്കിയിട്ട് പറയും, സാറേ ഇത് ഭയങ്കര കട്ടിയുള്ള കയറാണല്ലോ. അപ്പൊ ഈ കട്ടിയുള്ള കയർ എന്തുകൊണ്ടാണ് കട്ടിയുള്ള കയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ഒരു അന്തേവാസിക്ക് വേണ്ടി നിർമ്മിച്ചൊരു കയറാണ്. 2017 അന്തേവാസിക്ക് പിന്നെ ആ വധശിക്ഷ എന്ത് ചെയ്ത് റദ്ദ് ചെയ്തു. നമ്മൾ ഒരു അന്തേവാസിക്ക് വേണ്ടി 3 കയർ നിർമ്മിക്കും. എന്തിനാ 3 കയർ നിർമ്മിക്കുന്നത്? ഒന്ന് ഭാരം വയ്യാണ്ട ബോഡിക്ക് ആനുപാതികമായി 1.5 മടങ്ങ് വെയിറ്റിന് അനുപാതികമായി മണൽ ചാക്കിട്ട് നോക്കി നമ്മൾ പരീക്ഷ നടത്തിയിട്ടായിരിക്കും നമ്മൾ ഈ കയർ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റൊരു കയർ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ തൂക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു കയർ എന്താണ്? ഈ 2 കയറുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ പ്രിക്കോഷന്റെ ഭാഗമായിട്ട് 3ാമതൊരു കയർ. അങ്ങനെ 3 കയറുകൾ നമ്മൾ നിർമ്മിക്കും. ഈ 3 കയർ നമ്മൾ എന്ത് ചെയ്യും? ഒരു വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ 3 കയർ നമ്മൾ നശിപ്പിക്കും. ഇത് ആ വധശിക്ഷ നടപ്പിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ കയറ് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രയും ഹാർഡാണെന്നുള്ള അറിയാൻ പറ്റും. ഇത് നമ്മൾ കാലപ്പഴക്കം കൊണ്ട് മാത്രമാണ് ഈ കയർ ഹാർഡായി പോയത്. നമ്മൾ ഈ കയറിനെ സോഫ്റ്റൻ ചെയ്യുകയും എണ്ണ മെഴുക് പോലുള്ള സാധനങ്ങളിട്ട് സോഫ്റ്റൻ ചെയ്തിട്ടായിരിക്കും ഈ കയർ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് ആരാച്ചാറുള്ള പോസ്റ്റ് കേരള ജയിൽ വകുപ്പിനില്ല. ആരാച്ചാറുള്ള പോസ്റ്റ് ആദ്യം വധശിക്ഷ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ജയിൽ ഉദ്യോഗസ്ഥർക്കാണ്. ആ ജയിൽ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ഏറ്റെടുക്കും. അവരാരും അല്ലാത്ത പക്ഷം പൊതുജനങ്ങളിൽ അപേക്ഷ സ്വീകരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയായിരിക്കും കൃത്യത്തിലൂടെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ സാർ തൽക്കാലം ആചാരം പോസ്റ്റ് ഇവർ വരും. ഏകദേശം 1 മണിക്കൂറുള്ള ഈ ബോഡി ഹാങ് ചെയ്തിട്ട് എന്തിനാ 1 മണിക്കൂറുള്ള ബോഡി ഹാങ് ചെയ്യുന്നത്? മരണം വരെ തൂക്കിലേറ്റുക എന്നുള്ളതാണ് നമ്മൾ രീതിയിലേക്ക് ആക്കുന്നത്. മരണം വരെ തൂക്കിലേറ്റുക. അതുകൊണ്ട് 1 മണിക്കൂറുള്ള ഈ ബോഡി ഹാങ് ചെയ്ത് മെഡിക്കൽ ഓഫീസർ മരണം കൃത്യമായി ഉറപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ബന്ധുജനങ്ങളാണെങ്കിൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്. ഇല്ലാത്ത പക്ഷം ജയിൽ വകുപ്പിനെ ഏറ്റെടുത്ത് അന്തിമ സംസ്കാര നടപടികൾ ജയിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. ഇനി കേരള ചരിത്രത്തിൽ അവസാനമായി എന്നാ ഒരു തൂക്കിലേറ്റ് നടന്നത്? 34 കൊല്ലങ്ങൾക്ക് മുമ്പ് 1991 റിപ്പർ ചന്ദ്രൻ അറിയപ്പെടുന്ന വ്യക്തി 14 പേരെ ചുറ്റികളും തലക്കടിച്ചു വന്ന റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. ഈ കേരള ജയിലിൽ എത്ര പേര് വധശിക്ഷ കാത്ത് കിടപ്പുണ്ടെന്ന് അറിയാമോ? 40 പേര് വധശിക്ഷ കാത്ത് കിടപ്പുണ്ട്. അതിൽ പ്രായം കുറഞ്ഞ സ്ത്രീകൾ ഉൾപ്പെടെ 40 പേര്, സ്ത്രീജനങ്ങൾ 2 പേര്. ഇത്രയുമാണ് വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, ഇനി നിങ്ങളിലേക്ക് അവസാന വിഷം ഉണ്ടോ? ഡെത്ത് വിഷം അങ്ങനെ ഉണ്ടോ? ഡെത്ത് വിഷം ഉണ്ടായിരിക്കും, സ്വാഭാവികം ഉണ്ടായിരിക്കും. പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. ചിലര് മൗനമായിരിക്കും, ചിലര് ജയിലിൽ അക്രമാസക്തരായിരിക്കും. നമ്മള് അഫ്സൽ ഗുരുവിന്റെ കേസിൽ ആർക്കെങ്കിലും അറിയാമോ എന്താണ് അവസാന വിഷം എന്നുള്ളത്? അഫ്സൽ ഗുരുവിന്റെ അവസാന വിഷം എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് ചായ ആയിരുന്നു. 1 ഗ്ലാസ് ചായ കുടിച്ചിട്ട് ആശാൻ എന്ത് ചെയ്തു? 1 ഗ്ലാസ് ചായ കൂടെ ആവശ്യപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്ത്? ഈ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇതുണ്ടല്ലോ, ചായക്കാരൻ എന്ത് ചെയ്ത്? സമയം കഴിഞ്ഞ് മെയിൻ ഗേറ്റ് കഴിഞ്ഞ് പുറത്തു പോയി, നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതേസമയം യാക്കൂബ് മേനോൻ അറിയാമോ? യാക്കൂബ് മേനോൻ അയാൾ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട അയാൾ ആവശ്യപ്പെട്ടിരുന്ന സ്വന്തം മകളെ കാണുന്നതാണ്. പക്ഷെ മകളെ കാണിക്കേണ്ട ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ മകളെ കാണിച്ചില്ല. മകളെ ഫോൺ മുഖാന്തരം ബന്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പലരും പല മാനസിക രീതിയിലായിരിക്കും. നമുക്കറിയാം, നമ്മളെ ഭഗത് സിംഗ് 21 വയസ്സിൽ തൂക്കിലേക്കിയ ആളാണ്. പുള്ളി ജയ് ഹിന്ദ് വിളിച്ചാണ് ഇത് കഴിമതിലേക്ക് കയറിപ്പോയി. അതിൽ പലരും പല രീതിയിലാണ് നമ്മളെ മനുഷ്യനെ നേരിടുന്നത്. അത്രയുമാണ്. മൂന്നേരം കേറ്. ഇതെന്താണിത്? ടോയ്ലറ്റ്. ഇതാണ് ജയിൽ കേട്ടാ. ജയിലിന്റെ അകത്തുള്ള വശമാണ്. ഓക്കെ, അവിടെ കൊച്ചു